സ്റ്റാൻലി കൊട്ടാരമറ്റത്ത് തൻ്റെ തറവാട്ടിലോട്ട് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇന്ന് സഹോദരങ്ങളായ ആൽബീനെയും റോബീനെയും അതുപോലെ തന്നെ ഔസേപ്പച്ചനെയൊക്കെ കാണണം. അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സ്റ്റാൻലിയെ ഒരു ചോദ്യം ചെയ്യുകയാണ്. ലാലിച്ചേട്ടായി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എത്രയായാലും ആ പെൺകുട്ടിക്ക് ഇത് വലിയ അഭിമാനമായിരിക്കും. കാരണം അച്ഛനും അമ്മയും അവിഹിത ബന്ധത്തിൽ ഉണ്ടായ ഒരു മകളെന്നുള്ള ആ ഒരു പേര് ആ കുട്ടിക്ക് നല്ലതായിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആൻസിയും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, നിങ്ങൾ എൻ്റെ കാര്യത്തിലും അതുപോലെ അലീനയുടെ കാര്യത്തിലും അതൊന്നും ആലോചിച്ച് നിങ്ങൾ വല്ലാണ്ട് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിന് അവളുടെ അപ്പനായി ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയണം. പക്ഷേ റോബർട്ടും ആൽബർട്ടൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കുടുംബത്തിനും അത് ചീത്തപ്പേരാവില്ല. ഇപ്പം നിങ്ങളിത് വലിയ അലങ്കാരത്തിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കൂടി പുറത്തൊരാൾക്കാരെ അറിയുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഇത് നാണക്കേടല്ലേ ലാലിച്ച എന്നാണ് അവർ ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ബന്ധുക്കളും ഒക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇനി വേറെ നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള വീട്ടുകാരൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാവുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൻ്റെ പേര് കളങ്കപ്പെടില്ലേ എന്നൊക്കെ ചോദിക്കണം. പക്ഷേ സ്റ്റാൻലി അതൊന്നും കേട്ട മട്ടില്ല. സ്റ്റാൻലി അതൊക്കെ എഴുതി തള്ളിയ പോലെയാണ്. അതായത് അവർ പറയുന്നതൊന്നും വലിയ കാര്യത്തിലെടുക്കുന്നില്ല, അതൊക്കെ വിട്ട പോലെയാണ്. ഇനി നമ്മുടെ ബബിതയുടെ കാപകൻ, അതായത് ചുരുളമുടിക്കാരൻ, ഇപ്പോൾ ബബിത വിളിക്കുമ്പോഴൊന്നും അവൻ ഇവളെ അവോയ്ഡ് ചെയ്യാണ്. അവനാണെച്ചെങ്കിൽ ഇപ്പോൾ പുതിയ ഗേൾ ഫ്രണ്ടും ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ ബബിത അവനെ ഒരു കടയിൽ വെച്ച് കാണുകയാണ്. അപ്പോൾ കടയിൽ അവനും അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. അവരെന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവനും അവളും കൂടിയിട്ട് വണ്ടിയുമേ കയറി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബബിത എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് തന്നെ അവനെ വിളിച്ചു നോക്കും. അങ്ങനെ വിളിച്ചു നോക്കുമ്പോഴൊക്കെ അവൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ബബിതയ്ക്ക് വളരെ വലിയൊരു വിഷമം. കാരണം ഇവളെ അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ ബബിത പഴയ പോലെ ആയിത്തീരുകയാണ്. അതായത് ബബിത പഴയ ബബിതയാണ്. അങ്ങനെ ബബിത വീട്ടിലെത്തിക്കഴിഞ്ഞ് റൂമിൽ സാധനങ്ങളും അവളുടെ റൂമിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് കരഞ്ഞിട്ടൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വൈജ ഒന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? നീ നിൻ്റെ തോന്നിവാസം കാണിച്ചു വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവൾ പറയും, അമ്മ ഇതിലിടപെടണ്ട, ഇത് എൻ്റെ റൂമാണ്, ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബബിത വൈജേനെയൊക്കെ വഴക്കുണ്ടാക്കി പറഞ്ഞയക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ നാളത്തെ കാണിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ ആകെ താളം തെറ്റിയ അവസ്ഥയിലാണ്. കാരണം ബബിത ഇങ്ങനെയായി, പിന്നെ വൈജ പിന്നെ പണ്ടേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇനി അടുത്തതുള്ളത് രോഹിത്തും ബാലചന്ദ്രമേനോനുമാണ്. അപ്പോൾ രോഹിത്തും കുറേയൊക്കെ റൂമിൻ്റെ ഉള്ളിൽ വാതിലടച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവന് കൂടുതൽ ആൾക്കാരോട് അങ്ങനെ മിങ്കിൾ ചെയ്യുന്നൊന്നുമില്ല, കുറവ് തന്നെയാണ് പണ്ടത്തെ അപേക്ഷിച്ച്. അവിടുത്തെ ടൈം ടേബിൾ മൊത്തം വൈജ ഒന്ന് പൊളിച്ചടുക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ബബിതയാണെച്ചെങ്കിൽ പഴയ സ്വഭാവത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉള്ളത് ബാലനാണ്. ബാലനും ആകെ താളം തെറ്റാൻ തുടങ്ങും. ബാലൻ അന്ന് രാത്രിയിൽ കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് കൃഷ്ണമോളാണ്. അപ്പോൾ കൃഷ്ണമോൾ വാതിൽ തുറന്ന് കൊടുക്കുമ്പോൾ തന്നെ ബാലൻ ഇങ്ങനെ തൂങ്ങി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുക, എന്താ അച്ഛൻ എന്തെങ്കിലും വയ്യായിക്കുണ്ടോ? ഇല്ല മോളെ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണയ്ക്ക് മനസ്സിലാവും അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ കൃഷ്ണമോൾ നമ്മുടെ ബാലനെ പിടിച്ചിട്ട് അകത്തോട്ട് കയറ്റും. ബാലന് കയറാൻ പറ്റുന്നില്ല നല്ല പോലെ, കാരണം നല്ല മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം ബാലൻ അകത്തോട്ട് കയറും. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വൈജ അപ്പോഴാണ് വരുന്നത്. അപ്പോൾ വൈജ ബാലനെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് ഈ ബാലൻ കണ്ടിട്ടുള്ളത്? ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ എന്താവുമെന്ന് ആലോചിച്ചുള്ളൊരു ഉൾഭയത്തിലാണ് വൈജ നിൽക്കുന്നത്. ഇത്രയാണ് നാളത്തെ എപ്പിസോഡ്.